ചോരയും കണ്ണീരും ചാലിട്ടൊഴുകിയ വർഷമാണ് 2024. യുദ്ധങ്ങളുടെയും കൂട്ടക്കൊലകളുടെയും വർഷം. വംശഹത്യയുടെ നിഷ്ഠുരതകൾക്ക് മുമ്പിൽ ലോകം നിസ്സഹായമായി പോയ വർഷം. ഗസയിലെ കുഞ്ഞുങ്ങളുടെ കൂട്ടക്കുഴിമാടങ്ങളുടെ ഭീതിത കാഴ്ചകൾക്ക് മുന്നിൽ ലോകത്തിന് കണ്ണീര് വറ്റിപ്പോയ വർഷം. അതോടൊപ്പം ഫലമൊന്നും ഉണ്ടായില്ലെങ്കിലും സയനിസ്റ്റ് രാഷ്ട്രത്തിൻ്റെ വംശഹത്യക്കും യുദ്ധവെറിക്കുമെതിരെ മുമ്പെങ്ങുമില്ലാത്ത വിധം ലോകം മുഴുവൻ ഉണർന്നെണീറ്റ മാനവിക ഐക്യത്തിൻ്റെ മഹിതമായ മാതൃകയ്ക്ക് ലോകം സാക്ഷ്യം വഹിച്ച വർഷമായിരുന്നു പിന്നിട്ടത്. മറുവശത്ത് പ്രതിരോധ മുന്നേറ്റങ്ങളുടെയും ചെറുത്തുനിൽപ്പ് പോരാട്ടങ്ങളുടെയും ഇതിഹാസം കോറിയിട്ട വർഷം കൂടിയാണ് 2024. രക്തസാക്ഷ്യങ്ങളുടെ പരമ്പരകൾ തീർത്ത വർഷം. സിറിയൻ ഏകാധിപതിയായ ബഷാറുൽ അസദിൻ്റെ പതനം, ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനയുടെ ഏകാധിപത്യ വാഴ്ചയുടെ അന്ത്യം, ശ്രീലങ്കയിലെ ഭരണമാറ്റം തുടങ്ങി ലോകം മാറിമറിഞ്ഞ ഒരു വർഷം. മൂന്നാം ലോക മഹായുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണെന്ന പ്രതീതിയിലാണ് 2024 അവസാനിക്കുന്നത്. പോരാട്ടങ്ങളുടെയും ചെറുത്തുനിൽപ്പുകളുടെയും രക്തസാക്ഷ്യങ്ങളുടെയും വ്യോമാക്രമണങ്ങളുടെയും സ്ഫോടനങ്ങളുടെയും ദൃശ്യങ്ങളും വാർത്തകളുമില്ലാതെ ഒരു ദിവസവും കടന്നുപോയില്ല. ഗസയിലെ ഇസ്രായേൽ അധിനിവേശം, റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങി സിറിയയിലെ ഭരണമാറ്റവും ലിബിയയിലെ ആഭ്യന്തര യുദ്ധവും വരെ ആഗോളതലത്തിൽ കൊടുങ്കാറ്റുയർത്തിയ സംഭവങ്ങളാണ്. യുദ്ധവുമായും നയതന്ത്രവുമായും ബന്ധപ്പെട്ട ആഗോളതല ഉടമ്പടികളും കരാറുകളും കടലാസിൽ മാത്രം ഒതുങ്ങുന്നതാണ് എന്ന് റഷ്യ യുക്രൈൻ യുദ്ധവും ഇസ്രായേലിൻ്റെ ഗസ അധിനിവേശവും തെളിയിച്ചു. US നേതൃത്വത്തിലുള്ള ലോകക്രമം വെല്ലുവിളിക്കപ്പെട്ട വർഷം കൂടിയാണ് കടന്നുപോയത്. റഷ്യയും ചൈനയുമെല്ലാം അമേരിക്കൻ നിലപാടുകളെ പരസ്യമായി പരിഹസിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇസ്രായേൽ കയ്യേറിയ പ്രദേശങ്ങളിലേക്ക് ഫലസ്തീനികൾ തിരികെ പ്രവേശിച്ച 2023 ഒക്ടോബർ 7 തൂഫാനുൽ അക്സയ്ക്ക് ശേഷം പോരാട്ടങ്ങളുടെയും രക്തസാക്ഷ്യങ്ങളുടെയും വർഷമായിരുന്നു 2024. ഹമാസ് രാഷ്ട്രീയകാര്യ സമിതി മേധാവികളായ ഇസ്മായിൽ ഹനിയ, യഹിയ സിൻവാർ തുടങ്ങി മുതിർന്ന നേതാക്കൾ രക്തസാക്ഷികളായി. ജൂലൈ 31 ഇറാനിലെ തെഹ്റാനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഇസ്മായിൽ ഹനിയ രക്തസാക്ഷിയായത്. ഹനിയയ്ക്ക് ശേഷം രാഷ്ട്രീയകാര്യ മേധാവിയായ യഹിയ സിൻവാർ ഗസയിൽ ഇസ്രായേലി സൈന്യത്തോട് നേരിൽ ഏറ്റുമുട്ടിയാണ് ഒക്ടോബർ 16 രക്തസാക്ഷിയായത്. ഗുരുതരമായി പരിക്കേറ്റിട്ടും വടികൊണ്ട് ഇസ്രായേൽ ഡ്രോണിനെ തുരത്താൻ ശ്രമിക്കുന്ന സിൻവാറിൻ്റെ മരിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള വീഡിയോ ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടു. സിൻവാറിനെ നിസ്സാരമായി വധിച്ചുവെന്ന സൂചന നൽകാൻ ഇസ്രായേൽ പുറത്തുവിട്ട വീഡിയോ പക്ഷേ വിമോചനം ആഗ്രഹിക്കുന്ന ലോകമെമ്പാടുമുള്ള ജനവിഭാഗങ്ങളെ പ്രചോദിപ്പിക്കുകയാണ് ചെയ്തത്. വീഡിയോ പുറത്തുവിട്ട നിമിഷത്തെ ശപിക്കുന്നുവെന്നാണ് ഇസ്രായേലിൻ്റെ സൈനിക മേധാവികൾ പിന്നീട് പറഞ്ഞത്. ഹമാസിനെ തുരത്താനെന്ന പേരിൽ ഗസയിൽ ഇസ്രായേൽ നടത്തിയ സൈനിക ആക്രമണങ്ങളിൽ ഇതുവരെ, അതായത് 450ാമത് ദിവസമായ 2024 ഡിസംബർ 30 വരെ 45,484 പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. 1,80,90 പേർക്ക് പരിക്കേറ്റു. 11,000 പേരെ കാണാതായി. സ്ത്രീകളും കുഞ്ഞുങ്ങളും ആതുര സേവകരും മാധ്യമപ്രവർത്തകരും UN വളണ്ടിയർമാരും അടക്കം അനേകായിരങ്ങളാണ് ഇസ്രായേലിൻ്റെ കൂട്ടക്കുരുതിക്കിരയായി ജീവൻ പൊലിഞ്ഞത്. തദ്ദേശീയമായി വികസിപ്പിച്ച മിസൈലുകളും ഡ്രോണുകളും സ്നൈപ്പർ തോക്കുകളും ഉപയോഗിച്ച് ഇസ്രായേലി സൈനികരെ ആക്രമിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഹമാസ് പലതവണയായി പുറത്തുവിട്ടു. കുപ്രസിദ്ധമായ ജനറൽസ് പ്ലാൻ പ്രകാരം ഗസയിലേക്ക് ഭക്ഷണവും വെള്ളവും മരുന്നും കടത്തിവിടാതെ പൂർണ്ണമായും ഉപരോധിച്ച് നടത്തുന്ന സൈനിക ആക്രമണങ്ങളെയും ഫലസ്തീനിയൻ സംഘടനകൾ ചെറുത്തു നിൽക്കുകയാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഡിസംബറിൽ ജബലിയ ക്യാമ്പിന് സമീപം ഹമാസ് രക്തസാക്ഷ്യ ഓപ്പറേഷനും നടത്തി. അതിനുശേഷം ഫലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദിൻ്റെ അൽ ഖുദ്സ് ബ്രിഗേഡും രക്തസാക്ഷ്യ ഓപ്പറേഷൻ നടത്തി. ഗറില്ല സൈനിക നടപടികളിലേക്ക് വിവിധ സംഘടനകൾ നീങ്ങിയെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത്. തൂഫാനുൽ അക്സ തുടങ്ങിയത് മുതൽ 2024 ഡിസംബർ 10 വരെ 1706 ഇസ്രായേലി സൈനികർ ഗസയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. തൂഫാനുൽ അക്സയ്ക്ക് തൊട്ടു പിന്നാലെ തന്നെ യമനിലെ അൻസാറുള്ളയും ഇറാഖിലെ കത്തായിബ് ഹിസ്ബുള്ളയും ലബനാനിലെ ഹിസ്ബുള്ളയും ഇസ്രായേലിനു നേരെ ആക്രമണം തുടങ്ങിയിരുന്നു. കരയിലും കടലിലുമായി 5 മുന്നണികളിലാണ്
ഇസ്രായേലിന് ഒരേ സമയം യുദ്ധം ചെയ്യേണ്ടി വന്നത്. ഇസ്രായേലിന് വേണ്ട ആയുധങ്ങളും യുദ്ധവിമാനങ്ങളും നൽകിക്കൊണ്ടിരുന്ന US അവസാനം സ്വന്തം സൈന്യത്തെ നേരിട്ട് എത്തിച്ചാണ് ഇസ്രായേലിൽ പ്രത്യേക വ്യോമപ്രതിരോധ സംവിധാനം സ്ഥാപിച്ചത്. കൂടാതെ ചെങ്കടലിലും ബാബ് മന്ദബ് കടലിടുക്കിലും ഹൂത്തികളുടെ കടൽ ഉപരോധം നേരിടാൻ പടക്കപ്പലുകളെയും വിന്യസിക്കേണ്ടി വന്നു. 2023 ഒക്ടോബർ 7 ഓപ്പറേഷൻ അയൺ സോഴ്സ് എന്ന പേരിൽ ഇസ്രായേൽ ആരംഭിച്ച ആക്രമണം 450 ദിവസം പിന്നിടുമ്പോഴും വ്യോമാക്രമണങ്ങളിലൂടെയും ബോംബ് വർഷത്തിലൂടെയും 10,000-ങ്ങളെ കൂട്ടക്കൊല ചെയ്തു എന്നതിനപ്പുറം യുദ്ധത്തിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ ഒന്നുപോലും നേടാൻ ഇസ്രായേലിന് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഒരു ഘട്ടത്തിലുണ്ടായ താൽക്കാലിക വെടിനിർത്തലിന്റെ ഭാഗമായി ഏതാനും ഇസ്രായേലി തടവുകാരെ വിട്ടുകിട്ടിയതൊഴിച്ചാൽ ഹമാസ് തടവിലാക്കിയ ഒരാളെ പോലും മോചിപ്പിക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞതുമില്ല. ജനുവരി 2 ബെയ്റൂത്തിലെ ദഹ്യ പ്രദേശത്ത് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ വെസ്റ്റ് ബാങ്കിലെ സംഘടനാ ചുമതലയുണ്ടായിരുന്ന ഹമാസ് രാഷ്ട്രീയകാര്യ സമിതി അംഗം സാലിഹ് അൽ അരൂരി കൊല്ലപ്പെട്ടു. അതിനുശേഷം ജനുവരി 6 ഹിസ്ബുള്ള ഇസ്രായേലിനെ 40 മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമിച്ചു. ഫെബ്രുവരിയിൽ ഇസ്രായേലിന്റെ ഒരു ഹെർമിസ് 450 ഡ്രോൺ വീഴ്ത്തി. ഹിസ്ബുള്ളയുടെ നേതൃനിരയിൽ ഏറ്റവും അധികം നഷ്ടമുണ്ടായ വർഷം കൂടിയാണ് 2024. ദീർഘകാല സെക്രട്ടറി ജനറലായിരുന്ന സയ്യിദ് ഹസൻ നസറുള്ള, ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ഹാഷിം സഫിയുദ്ദീൻ, സൈനിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന ഫുവാദ് ഷുക്കൂർ, ഇബ്രാഹിം ആക്കൽ തുടങ്ങിയവർ രക്തസാക്ഷികളായി. ഒക്ടോബറിൽ പുതിയ സെക്രട്ടറി ജനറലായി ഷെയ്ഖ് നയീം കാസിമിനെ ഷൂറ കൗൺസിൽ തിരഞ്ഞെടുത്തു. ഇതിനുശേഷമാണ് ഇസ്രായേലിലെ സിസറിയ പ്രദേശത്ത് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ സ്വകാര്യ വസതിക്കു നേരെ ആക്രമണമുണ്ടായത്. നെതന്യാഹുവിൻ്റെ കിടപ്പുമുറിയുടെ ജനലിലാണ് ഹിസ്ബുള്ളയുടെ ഡ്രോൺ സ്ഫോടനം നടത്തിയത്. ചരിത്രത്തിൽ ആദ്യമായി തെൽ അവീവ് പോലുള്ള അതീവ സുരക്ഷയുള്ള പ്രദേശങ്ങളിലേക്ക് ഹിസ്ബുള്ളയുടെ മിസൈലുകൾ എത്തി. ഇസ്രായേലിൻ്റെ വടക്കൻ അതിർത്തിയിലെ ഹൈഫയും മെറ്റുലയും അടക്കമുള്ള പ്രദേശങ്ങൾ അക്ഷരാർത്ഥത്തിൽ പ്രേത നഗരങ്ങളായി മാറി. 4 ലക്ഷത്തോളം ജൂത കുടിയേറ്റക്കാർ കുടിയേറ്റ ഗ്രാമങ്ങൾ ഒഴിവാക്കി സ്ഥലം വിട്ടു. ഇവരിൽ പലർക്കും തിരികെ എത്താൻ സാധിച്ചിട്ടില്ല. കുടിയേറ്റക്കാരിൽ ഭൂരിപക്ഷവും ഉറക്ക ഗുളികകൾ കഴിച്ച് ഉറങ്ങേണ്ട സ്ഥിതിയാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. 2024 നവംബർ അവസാനം ലബനാനുമായി ഇസ്രായേലിന് സമാധാന കരാറിൽ ഒപ്പിടേണ്ടി വന്നു. ഹിസ്ബുള്ളയ്ക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കിയെങ്കിലും 2006 യുദ്ധത്തെ പോലെ തന്നെ ഇതിലും വിജയിക്കാൻ കഴിഞ്ഞു. ലബനാനിലെ കെട്ടിടങ്ങൾ തകർക്കാനും ഹിസ്ബുള്ള നേതൃനിരയിലെ പ്രമുഖരെ ഇല്ലാതാക്കാനും കഴിഞ്ഞെങ്കിലും ഹിസ്ബുള്ളയെ ഇല്ലാതാക്കുമെന്ന ലക്ഷ്യം നേടാനാവാതെ ഇസ്രായേൽ സൈന്യം തെക്കൻ ലബനാനിൽ നിന്നും മടങ്ങുകയാണ്. ഗോലാനി ബ്രിഗേഡിൽ നിന്നുള്ള സൈനികരടക്കം 130ഓളം സൈനികരാണ് ഇവിടെ കൊല്ലപ്പെട്ടത്. ജൂതന്മാർക്ക് സുരക്ഷിതമായി ജീവിക്കാൻ കഴിയുന്ന ലോകത്തിലെ ഏക പ്രദേശം അതിനിവിഷ്ട ഫലസ്തീനാണെന്ന സയനിസ്റ്റ് പ്രചാരണം ചീട്ടുകൊട്ടാരം പോലെ പൊളിഞ്ഞു വീണ സൈനിക നടപടി കൂടിയായി ഇത്. നിരവധി സയനിസ്റ്റുകളാണ് യുദ്ധത്തോടെ യൂറോപ്പിലെ മാതൃരാജ്യങ്ങളിലേക്കും US-ലേക്കും മടങ്ങിയത്. പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നെതന്യാഹു ബംഗറിലേക്ക് താമസവും ഓഫീസും മാറ്റിയതും മകന്റെ വിവാഹം മാറ്റിവെച്ചതും അഴിമതി കേസിലെ വിചാരണ തെൽ അവീവിലെ ഭൂഗർഭ കോടതിയിലേക്ക് മാറ്റിയതും ഇതിനു തെളിവായി. ഗസയിൽ ഹമാസിനെ ഒറ്റപ്പെടുത്താനുണ്ടെന്നും ഇറാനെ കൂടുതൽ ശ്രദ്ധിക്കാനുണ്ടെന്നുമാണ് ലബനാനുമായുള്ള വെടിനിർത്തൽ കരാറിൽ ഇസ്രായേൽ ഒപ്പിട്ട ശേഷം പ്രധാനമന്ത്രി നെതന്യാഹു പറഞ്ഞത്. എന്നാൽ ഹമാസിനെ ഒറ്റപ്പെടുത്താൻ അനുവദിക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഇസ്രായേലിനു നേരെയുള്ള ആക്രമണങ്ങൾ കൂടുതൽ ശക്തമാക്കുകയാണ് യമനിലെ ഹൂത്തികൾ ചെയ്തത്. തൂഫാനുൽ അക്സ തുടങ്ങിയ ശേഷമുള്ള 5ാം ഘട്ട ഓപ്പറേഷനാണ് യമനിലെ ഹൂത്തികൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2023 ഒക്ടോബറിൽ ഇസ്രായേലി ബന്ധമുള്ള കപ്പലുകൾ പിടിച്ചതാണ് ആദ്യഘട്ടം. ഇസ്രായേലി തുറമുഖത്തേക്ക് പോകുന്ന കപ്പലുകൾ പിടിക്കലായിരുന്നു 2ാം ഘട്ടം. 3ാം ഘട്ടം ഈ വർഷം ജനുവരിയിലാണ് തുടങ്ങിയത്. US-ഉമായും UK-യുമായും ബന്ധമുള്ള കപ്പലുകളെ പിടിക്കലായിരുന്നു അത്. ഇസ്രായേലി തുറമുഖങ്ങളിൽ പോകുന്ന കപ്പലുകളുടെ മറ്റു കപ്പലുകളും ആക്രമിക്കുന്ന 4ാം ഘട്ടം മേയിൽ തുടങ്ങി. തെൽ അവീവിനെ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമിക്കുന്ന 5ാം ഘട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹൂത്തികളുടെ കടൽ ഉപരോധം മൂലം
ഇസ്രായേലിലെ ഹൈഫ തുറമുഖം പാപ്പരായതും 2024 ആണ്. ഉപരോധം മൂലം ഈജിപ്തിന് 40,000 കോടിയുടെ നഷ്ടമുണ്ടായി. US-നും 40,000 കോടി രൂപയുടെ അധിക ചെലവുണ്ടായി. US-ന്റെ ശക്തമായ 3 പടക്കപ്പലുകളെ പല തവണയായി ഹൂത്തികൾ ആക്രമിച്ചു. ഡിസംബറിൽ US-ന്റെ F-18 വിമാനത്തെ ചെങ്കടലിൽ മുകളിൽ വെച്ച് വെടിവെച്ചിടുകയും ചെയ്തു. ചെങ്കടലിലെ US പടക്കപ്പലുകളുടെ സാന്നിധ്യം യുദ്ധപ്രഖ്യാപനമാണ് എന്നാണ് ഹൂത്തികൾ പറയുന്നത്. US-ന്റെയും UK-യുടെയും ഇസ്രായേലിന്റെയും ആക്രമണങ്ങൾക്ക് ഗസയ്ക്കുള്ള പിന്തുണ അവസാനിപ്പിക്കാൻ കഴിയില്ലെന്നും ഹൂത്തികൾ വ്യക്തമാക്കിയിട്ടുണ്ട്. തുഫാനുൽ അക്സയ്ക്ക് ശേഷം ഇതുവരെ 198 കപ്പലുകളെയാണ് ചെങ്കടലിലും ബാബ് അൽ മന്ദബിലുമായി ഹൂത്തികൾ ആക്രമിച്ചിരിക്കുന്നത്. ഗസയിലെ അധിനിവേശത്തോടെ ഇസ്രായേൽ ലോക ജനതയ്ക്കിടയിലും രാജ്യങ്ങൾക്കുമിടയിൽ കൂടുതൽ ഒറ്റപ്പെട്ടു. ഇസ്രായേൽ ഗസയിൽ വംശഹത്യ നടത്തുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയ ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിന് ഇസ്രായേലിൽ പ്രവേശനം നിഷേധിച്ചതും ഫലസ്തീൻ വിഷയത്തിലെ പ്രത്യേക റാപ്പോർട്ടർ ഫ്രാഞ്ചസ്ക അൽബനീസിന് വിസ നിഷേധിച്ചതും ഇസ്രായേൽ തുറന്നുകാട്ടപ്പെടാൻ കാരണമായി. 30ഓളം ലോകരാജ്യങ്ങളിലെ എംബസികളും കോൺസുലേറ്റുകളും നയതന്ത്ര ഓപ്പറേഷനുകളുമാണ് തുഫാനുൽ അക്സയ്ക്ക് ശേഷം ഇസ്രായേൽ പൂട്ടിയത്. അയർലൻഡിലെ എംബസിയാണ് അവസാനമായി പൂട്ടിയിരിക്കുന്നത്. യൂറോപ്പിലും US-ലും ജപ്പാനിലും ബ്രസീലിലും വെനിസ്വേലയിലും പോളണ്ടിലും ഹോളണ്ടിലും ജർമ്മനിയിലും വരെ ഇസ്രായേലിനെതിരെ പ്രതിഷേധങ്ങൾ നടന്നു. ഇസ്രായേലിലെ ഹാരൂദി ജൂതന്മാർ തങ്ങളെ സൈന്യത്തിൽ എടുക്കുന്നതിനെതിരെ പ്രതിഷേധങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇസ്രായേലിനെ യുദ്ധത്തിൽ സഹായിക്കുന്ന കമ്പനികൾക്ക് നോർവേ സർക്കാർ വിലക്കേർപ്പെടുത്തി. കൂടാതെ ഇസ്രായേലിനെ സഹായിച്ച ഫ്രഞ്ച് കമ്പനിയായ കാരിഫോറിന്റെ ജോർദാനിലെ ശാഖകളെല്ലാം ബഹിഷ്കരണം മൂലം പൂട്ടേണ്ടി വന്നു. അതിനിടെയാണ് ബെഞ്ചമിൻ നെതന്യാഹുവിനും യുദ്ധമന്ത്രിയായിരുന്ന യോവ് ഗാലന്റിനും എതിരെ ഹേഗിലെ അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഗസയിലെ വംശഹത്യക്ക് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത്. ദക്ഷിണാഫ്രിക്ക നൽകിയ കേസിലാണ് ഈ കോടതി നടപടി. ഇതോടെ ഇസ്രായേലുമായി സഹകരിക്കുന്നവർ യുദ്ധക്കുറ്റത്തിന് വിചാരണ ചെയ്യപ്പെടുമോ എന്ന ഭയം പിന്തിരിപ്പന്മാരിൽ ശക്തമായി. ഇസ്രായേലിന്റെ തോക്കുകൾക്ക് കൃത്യത കൂട്ടി നൽകിയ ഒരു ഇന്ത്യൻ കമ്പനിയും കേസിൽ ഉൾപ്പെട്ടേക്കാമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. സൗത്ത് ആഫ്രിക്ക നൽകിയ കേസിന് പിന്തുണയുമായി നിരവധി യൂറോപ്യൻ, ആഫ്രിക്കൻ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും രംഗത്തു വന്നു. ഫലസ്തീൻ വിഷയത്തിൽ നിലപാട് പറയാതെ ഇസ്രായേലുമായി ബന്ധമുണ്ടാക്കാൻ ശ്രമിച്ച സൗദി അറേബ്യ അവസാനം നിലപാട് തിരുത്തേണ്ടിയും വന്നു. ഗസയിൽ ഇസ്രായേൽ വംശഹത്യ നടത്തുന്നുണ്ടെന്ന് അറബ് രാജ്യങ്ങളുടെ യോഗത്തിൽ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ പറഞ്ഞു. കൂടാതെ 1993 ഓസ്ലോ കരാർ പ്രകാരമുള്ള ഫലസ്തീൻ രാജ്യം സ്ഥാപിക്കാൻ ഇസ്രായേൽ തയ്യാറാവാത്തിടത്തോളം കാലം അവരുമായുള്ള ബന്ധം സാധാരണഗതിയിലാക്കാൻ സാധിക്കില്ലെന്നും അമേരിക്കയെ അറിയിച്ചു. അമേരിക്കയുമായുള്ള പ്രത്യേക സൈനിക കരാർ നടപ്പാവാനുള്ള സാധ്യതയും ഇല്ലാതായി. ഇസ്രായേലുമായി ബന്ധം സാധാരണഗതിയിലാക്കാതെ സൗദിയുമായി ഇത്തരത്തിലുള്ള കരാർ ഒപ്പിടാൻ US കോൺഗ്രസ് അനുമതി നൽകില്ല. ആയിരത്തി 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഇസ്രായേലിനെതിരെ ശക്തമായ നിലപാടാണ് ഇറാൻ സ്വീകരിക്കുന്നത്. പരോക്ഷമായ സംഘർഷം തുടരുന്നതിനിടെ 2024 ഏപ്രിൽ 1 സിറിയൻ തലസ്ഥാനമായ ദമസ്കസിലെ ഇറാൻ കോൺസുലേറ്റിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി. ഈ ആക്രമണത്തിൽ മുതിർന്ന 7 ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു. ഏപ്രിൽ 13 ഡ്രോണും മിസൈലും ഉപയോഗിച്ച് അധിനിവിഷ്ട ഗോലാൻ കുന്നുകളിലെ ഇസ്രായേലി സൈനിക താവളങ്ങളെ ഇറാൻ ആക്രമിച്ചു. ഇതിനു പിന്നാലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഇസ്രായേൽ ബന്ധമുള്ള ഒരു കപ്പൽ ഹോർമുസ് കടലിലേക്ക് വെച്ച് പിടിച്ചെടുത്തു. കൂടാതെ ഇസ്രായേലിന് അകത്തും ആക്രമണം നടന്നു. ഇതിനുശേഷം ഇറാനിലും സിറിയയിലും ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി. എന്നാൽ ഇതിനോട് ഇറാൻ പ്രതികരിച്ചില്ല. മെയ് 19 ഇറാൻ പ്രസിഡന്റ് സയ്യിദ് ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ തകർന്നു കൊല്ലപ്പെട്ടു. ഇതും പലതരത്തിലുള്ള ഗൂഢാലോചനാവാദങ്ങൾക്ക് കാരണമായി. ഇസ്രായേൽ ആക്രമണത്തിലാണ് റൈസി കൊല്ലപ്പെട്ടതെന്ന രീതിയിലുള്ള പ്രചാരണങ്ങളുണ്ടായി. എന്നാൽ ഇറാൻ നടത്തിയ അന്വേഷണം ഈ പ്രചാരണം തള്ളിക്കളഞ്ഞു. ഇതിനുശേഷം ജൂലൈ 31 ഹമാസ് രാഷ്ട്രീയകാര്യ മേധാവി ഇസ്മായിൽ ഹനിയ തെഹ്റാനിൽ നടന്ന വ്യോമാക്രമണത്തിൽ രക്തസാക്ഷിയായി. ഇറാൻ പ്രസിഡന്റായി മസൂദ് പെസേക്കിയാൻ ചുമതലയേറ്റ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങിയെത്തിയപ്പോഴായിരുന്നു ആക്രമണം. ലബനാനിലെ ഹിസ്ബുള്ളയുടെ സെക്രട്ടറി ജനറലായിരുന്ന സയ്യിദ് ഹസൻ നസ്രുല്ലയും സെപ്റ്റംബർ 27 ഇസ്രായേൽ ലബനാനിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ രക്തസാക്ഷിയായി.
ഇതിനു മറുപടിയായി 2024 ഒക്ടോബർ 1 ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചു. നൂറുകണക്കിന് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചായിരുന്നു ആക്രമണം. ഒക്ടോബർ 25 ഇസ്രായേലും ഇറാനെ ആക്രമിച്ചു. ഇസ്രായേലിന്റെ മിസൈലുകളെയെല്ലാം ഇറാന്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ തകർത്തു. ഇസ്രായേൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു പ്രത്യാക്രമണം ഉണ്ടാവുമെന്നാണ് ഒക്ടോബർ 31 ഇറാൻ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖാംനയി പ്രഖ്യാപിച്ചത്. അതിനുള്ള തയ്യാറെടുപ്പുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം വിശദീകരിച്ചു. എന്നാൽ ഇറാഖിലെ ഇസ്ലാമിക ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനമായ കതായിബ് ഹിസ്ബുള്ളയെ ആക്രമിക്കാൻ അവകാശമുണ്ടെന്നാണ് ഇസ്രായേൽ ഐക്യരാഷ്ട്രസഭയോട് പറഞ്ഞത്. യുദ്ധം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാൻ ഇസ്രായേൽ ശ്രമിക്കുന്നുവെന്നാണ് ഇറാഖ് ഇതിനോട് പ്രതികരിച്ചത്. ഇറാനും ഇസ്രായേലും തമ്മിൽ ഇപ്പോഴും സംഘർഷാവസ്ഥ തുടരുകയാണ്. സിറിയൻ ബാസ് പാർട്ടിയുടെ നേതാവും പ്രസിഡന്റുമായ ബഷാറുൽ അസദിന്റെ ഏകാധിപത്യ ഭരണത്തിനെതിരെ 2011 ആരംഭിച്ച അറബ് വിപ്ലവം പൂർത്തിയായ വർഷമാണ് 2024. അൽ ഖ്വായിദയുടെ സിറിയൻ വിഭാഗമായിരുന്ന അൽ നുസ്ര ഫ്രണ്ടാണ് ആഭ്യന്തര യുദ്ധകാലത്ത് ആദ്യമായി സിറിയയിൽ ബോംബ് സ്ഫോടനം നടത്തിയത്. അൽ നുസ്രയുടെ ആദ്യകാല നേതാവായ അബു മുഹമ്മദ് അൽ ജൂലാനി 2017 രൂപീകരിച്ച ഹയാത്ത് താഹിർ അൽ ഷാമിന്റെ നേതൃത്വത്തിലുള്ള വിമത സൈന്യമാണ് 2024 ഡിസംബർ 8 ദമസ്കസ് പിടിച്ചത്. വിമതരെ നേരിടാൻ റഷ്യയും ഇറാനും സൈനിക സഹായം നൽകാതിരുന്നതിനാൽ ബഷാറുൽ അസദും കുടുംബവും റഷ്യയിൽ എത്തിയിരുന്നു. ദീർഘകാലത്തെ സുഹൃത്തായിരുന്ന സിറിയൻ മുൻ പ്രസിഡന്റ് ഹാഫിസ് അസദിന്റെ മകൻ കൂടിയായ ബഷാറുൽ അസദിന് റഷ്യ അഭയവും നൽകി. അസദ് അധികാരത്തിൽ നിന്ന് പുറത്തായതിനെ തുടർന്ന് കുപ്രസിദ്ധമായ തടങ്കൽ പാളയങ്ങൾ വിമതർ തുറന്നിട്ടു. രാഷ്ട്രീയ തടവുകാരടക്കം ആയിരക്കണക്കിന് പേരാണ് ഈ തടവറകളിൽ നിന്ന് മോചിതരായത്. കാണാതായ നിരവധി പേരെക്കുറിച്ചുള്ള അന്വേഷണം കുടുംബങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ആഭ്യന്തര യുദ്ധകാലത്ത് രാജ്യം വിട്ട നിരവധി പേർ തുർക്കിയിൽ നിന്നും ലെബനാനിൽ നിന്നും തിരികെ വരികയാണ്. അതേസമയം അസദിന് പിന്തുണ നൽകിയിരുന്ന വിഭാഗങ്ങളിൽ നിന്നുള്ളവരും മുൻ സൈനികരും രാജ്യം വിടുകയുമാണ്. 1974 ഇസ്രായേൽ പിടിച്ചെടുത്ത ഗോലാൻ കുന്നുകൾക്ക് സമീപമുള്ള ഡ്രൂസ് ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഇസ്രായേലിൽ ചേരണമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതേസമയം വിമതർ സിറിയ പിടിച്ചതോടെ ഇസ്രായേൽ ഗോലാൻ കുന്നുകൾക്ക് സമീപമുള്ള കൂടുതൽ സിറിയൻ ഭൂമി പിടിച്ചെടുത്തു. പ്രദേശത്തെ ഏറ്റവും ഉയരമുള്ള മൗണ്ട് ഹെർമോണിന്റെ മുകളിൽ ഇപ്പോൾ സയനിസ്റ്റ് പതാകയാണ് പറക്കുന്നത്. മാത്രമല്ല ദമസ്കസ് അടക്കമുള്ള പ്രദേശങ്ങളിൽ 500ഓളം വ്യോമാക്രമണങ്ങൾ നടത്തി സിറിയൻ സർക്കാരിൻ്റെ 80% സൈനിക ശേഷിയും നശിപ്പിച്ചു. ഇതോടെ ഇനി ആരുമായും യുദ്ധത്തിന് ശേഷിയില്ലാത്ത അവസ്ഥയിൽ സിറിയ എത്തിയിട്ടുണ്ട്. ഇസ്രായേലി സൈന്യം ഗോലാൻ കുന്നുകളിൽ ദീർഘകാലം തുടരുമെന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചിരിക്കുന്നത്. സിറിയയുടെ ഭൂമിയിൽ സ്ഥിരം സൈനിക താവളങ്ങളും ഇസ്രായേൽ സ്ഥാപിച്ചു കഴിഞ്ഞു. കൂടാതെ നിരവധി സുപ്രധാന ജലാശയങ്ങളും ഇപ്പോൾ ഇസ്രായേലിൻ്റെ അധീനതയിലാണ്. ഇസ്രായേൽ ഭൂമി പിടിക്കുന്നതിനെതിരെ ഗോലാൻ അതിർത്തിക്ക് സമീപമുള്ള ഗ്രാമീണർ സർക്കാരിന് നിവേദനവും നൽകി. പ്രതിഷേധത്തിനു നേരെ ഇസ്രായേൽ സൈന്യം വെടിവെച്ചതിനെ തുടർന്നാണ് സർക്കാരിന് നിവേദനം നൽകിയത്. ഇറാന്റെയും ഹിസ്ബുള്ളയുടെയും സ്വാധീനം സിറിയയിൽ ഇല്ലാത്തതിനാൽ ഇസ്രായേൽ ഇനി സിറിയയെ ആക്രമിക്കരുതെന്നാണ് അൽ ജൂലാനി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇനിയൊരു യുദ്ധത്തിന് സിറിയ ഇല്ലെന്നും അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി. അസദ് അധികാരത്തിൽ നിന്ന് പുറത്താവാൻ സാധ്യതയില്ലെന്ന വിശ്വാസത്തിലിരുന്ന US അടക്കമുള്ള രാജ്യങ്ങൾ വിമതരുടെ മിന്നൽ വേഗത്തിലുള്ള നീക്കങ്ങളിൽ പകച്ചുപോയി. വിമതർ അധികാരത്തിലെത്തിയ ഉടൻ തുർക്കി ദമസ്കസിലെ എംബസി തുറന്നു. എംബസി തുറക്കാൻ ഖത്തർ ശ്രമം ആരംഭിച്ചു. US-ൻ്റെയും യൂറോപ്യൻ യൂണിയൻ്റെയും അറബ് രാജ്യങ്ങളുടെയും നയതന്ത്ര പ്രതിനിധികളും മിന്നൽ വേഗത്തിൽ ദമസ്കസിൽ എത്തി. US ആവട്ടെ അൽ ജൂലാനിയുടെ തലയ്ക്ക് 85 കോടി രൂപ വിലയിട്ട ഉത്തരവ് പിൻവലിച്ചു. സിറിയയിലെ പുതിയ സർക്കാരിൽ സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിൽ നിന്നുള്ളവർക്കും പങ്കാളിത്തമുണ്ടാവണമെന്നും ക്രിസ്ത്യാനികളുടെയും ഷിയ വിഭാഗങ്ങളുടെയും ഭീതി ഇല്ലാതാക്കണമെന്നുമാണ് പാശ്ചാത്യരുടെ ആവശ്യം. സിറിയയിൽ സൗദി മാതൃകയിലുള്ള വികസനം നടത്തുമെന്നാണ് അൽ ജൂലാനി പ്രഖ്യാപിച്ചിരിക്കുന്നത്. സിറിയയിലെ പുതിയ ഭരണകൂടത്തെയും ലോകരാജ്യങ്ങളെയും ഒരുമിപ്പിക്കാൻ ശ്രമിക്കുമെന്നാണ് തുർക്കി പ്രഖ്യാപിച്ചിരിക്കുന്നത്. സിറിയയിലെ റൊജാവ പ്രദേശത്തെ കുർദുകളുടെ SDF എന്ന സംഘടനയുടെ സൈനിക ശേഷി ഇല്ലാതാക്കണമെന്നാണ് തുർക്കിയുടെ ആവശ്യം. തുർക്കി നിരോധിച്ച കുർദിസ്ഥാൻ വർക്കേഴ്സ് പാർട്ടിയുടെ ഭാഗമാണ് SDF എന്നാണ് അവരുടെ വാദം.
എന്നാൽ US സർക്കാരുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന SDF IS-നെതിരായ നീക്കങ്ങളിൽ US-നെ സഹായിച്ചിരുന്നു. നിലവിൽ 2000 US സൈനികരാണ് കുർദ് പ്രദേശങ്ങളിൽ ഉള്ളത്. IS-നെ നേരിടാൻ SDF വേണ്ടെന്നും പ്രത്യേക കമാൻഡോ ഫോഴ്സിനെ അയക്കാമെന്നുമാണ് തുർക്കി പറഞ്ഞിരിക്കുന്നത്. ഡിസംബർ തുടക്കത്തിൽ കുർദുകളുടെ നിയന്ത്രണത്തിലുള്ള മഞ്ചിബ് പ്രദേശം തുർക്കിയുടെ നിയന്ത്രണത്തിലുള്ള സിറിയൻ വിമത വിഭാഗം പിടിച്ചെടുത്തിരുന്നു. യുദ്ധത്തിന് തയ്യാറാണെന്ന് SDF-ഉം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എല്ലാവരും ആയുധം താഴെ വയ്ക്കുകയാണെങ്കിൽ തങ്ങളും അങ്ങനെ ചെയ്യാമെന്നാണ് SDF-ന്റെ നിലപാട്. സിറിയയിലെ ഭരണമാറ്റം US-ന്റെയും ഇസ്രായേലിൻ്റെയും താൽപ്പര്യം സംരക്ഷിക്കാനാണെന്നാണ് ഇറാന്റെ നിലപാട്. അതിനുള്ള തെളിവുകൾ കൈവശമുണ്ടെന്നാണ് ഇറാൻ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖാംനായി പറഞ്ഞിരിക്കുന്നത്. സിറിയയിൽ നിന്ന് അസദ് പുറത്തായതോടെ ഹിസ്ബുള്ളയ്ക്ക് ഇറാൻ ആയുധം നൽകുന്ന വഴികളും അടഞ്ഞു. ദമസ്കസിൽ വിമാനമാർഗം എത്തുന്ന ആയുധങ്ങൾ കരയിലൂടെ ലെബനാനിൽ എത്തിക്കുകയാണ് ചെയ്തിരുന്നത്. ഈ ആയുധങ്ങൾ ഉപയോഗിച്ചാണ് ഹിസ്ബുള്ള ഇസ്രായേലിൻ്റെ അത്യാധുനിക സൈന്യത്തെ നേരിട്ടിരുന്നത്. ഇതിനെല്ലാം ഇടയിൽ ഇദ്ലിബ് പ്രദേശത്തെ പ്രധാനമന്ത്രിയായിരുന്ന മുഹമ്മദ് ബഷീറിനെ വിമതർ ഇടക്കാല പ്രധാനമന്ത്രിയാക്കി. കൂടുതൽ പോലീസുകാരെ ഇദ്ലിബിൽ നിന്ന് കൊണ്ടുവന്നാണ് ഇപ്പോൾ ക്രമസമാധാനം പാലിക്കുന്നത്. സിറിയയെ അസദിൽ നിന്ന് മോചിപ്പിക്കാൻ ശ്രമിച്ച വിവിധ വിമത സൈനിക വിഭാഗങ്ങളെയെല്ലാം സൈന്യത്തിൽ ചേർക്കാനും ഡിസംബർ 24-ന് ഇടക്കാല സർക്കാർ തീരുമാനിച്ചു. ചൈനയിൽ നിന്നും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിമത സൈനിക ഗ്രൂപ്പുകളിലെ അംഗങ്ങൾക്ക് സിറിയൻ പൗരത്വവും നൽകും. സിറിയയുടെ സ്ഥിരതയ്ക്കാണ് ഇപ്പോൾ പ്രാധാന്യം നൽകുന്നതെന്ന് അൽ ജൂലാനി പ്രഖ്യാപിക്കുകയുമുണ്ടായി. ക്രിസ്മസ് സമയത്ത് ദമസ്കസിലും മറ്റും ക്രിസ്ത്യാനികൾ സ്ഥാപിച്ച ക്രിസ്മസ് ട്രീകൾക്ക് ചിലർ തീയിടുകയുണ്ടായി. ഇതിൽ നടപടി സ്വീകരിക്കുമെന്നാണ് ഇടക്കാല സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രശ്നങ്ങൾ രൂപപ്പെടാതിരിക്കാൻ വിവിധ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ നേതാക്കളുമായി ഇടക്കാല സർക്കാർ ചർച്ചകൾ നടത്തുന്നുണ്ട്. 2025 സിറിയയിൽ എന്താണ് ഉണ്ടാക്കുക എന്ന് കാത്തിരുന്നു കാണണം. മ്യാൻമറിലെ രോഹിംഗ്യൻ മുസ്ലിങ്ങൾക്കെതിരായ ആക്രമണം ശക്തമായി തുടർന്ന വർഷമായിരുന്നു 2024. ആക്രമണങ്ങൾ ആരംഭിച്ച 2017 ശേഷം ഏറ്റവും കൂടുതൽ ക്രൂരതകൾ രോഹിംഗ്യൻ മുസ്ലിങ്ങൾ നേരിട്ട വർഷമാണ് 2024 എന്ന് ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിന്റെ റിപ്പോർട്ട് പറയുന്നു. 2024 സെപ്റ്റംബറിൽ മാത്രം 8000 മുസ്ലിങ്ങളാണ് മ്യാൻമറിലെ പടിഞ്ഞാറൻ പ്രദേശത്തെ രാഖൈൻ സംസ്ഥാനം വിടേണ്ടി വന്നത്. മ്യാൻമറിലുണ്ടായിരുന്ന രോഹിംഗ്യൻ മുസ്ലിങ്ങളിൽ കേവലം 23% അഥവാ 6,36,000 പേർ മാത്രമാണ് നിലവിൽ രാജ്യത്തുള്ളത്. 11 ലക്ഷം പേർ ബംഗ്ലാദേശിലെയും 4 ലക്ഷം പേർ പാകിസ്ഥാനിലെയും 3.4 ലക്ഷം പേർ സൗദിയിലെയും 2.1 ലക്ഷം പേർ മലേഷ്യയിലെയും ക്യാമ്പുകളിലാണുള്ളത്. മറ്റുള്ളവർ മറ്റു രാജ്യങ്ങളിൽ അഭയാർത്ഥികളായി അലയുകയാണ്. ഡിസംബർ 23-ന് ബുദ്ധമത വിശ്വാസികൾക്ക് ഭൂരിപക്ഷമുള്ള അരാഗൻ സൈന്യം വടക്കൻ രാഖൈനിലെ മൗന്തോ ബുത്തിദോങ് നഗരങ്ങളും പിടിച്ചെടുത്തു. ഈ പ്രദേശത്തെ മുസ്ലിങ്ങളും ഇതോടെ പ്രതിസന്ധിയിലായി. ഏകദേശം 5 ലക്ഷം പേർ അരാഗൻ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലുള്ള ഈ പ്രദേശത്തുണ്ട് എന്നാണ് കണക്ക്. ഇതിൽ 2 ലക്ഷം പേർ പട്ടിണിയിലായതായും റിപ്പോർട്ടുകളുണ്ട്. രോഹിംഗ്യൻ ജനതയ്ക്ക് നീതി വേണമെന്ന് 28 രോഹിംഗ്യൻ സംഘടനകളുടെ സമിതി 23-ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം രാഖൈൻ സംസ്ഥാനത്തിന്റെ അതിർത്തിയായ നാഫ് നദിക്ക് അപ്പുറമുള്ള ബംഗ്ലാദേശിലെ കോക്സ് ബസാറിലെ കുറ്റുപലോങ് അഭയാർത്ഥി ക്യാമ്പിലെ രോഹിംഗ്യൻ അഭയാർത്ഥികൾ മ്യാൻമറിലേക്ക് തിരികെ പോവാൻ സായുധ സമരത്തിനും തയ്യാറെടുക്കുന്നുണ്ട്. അരാഗൻ രോഹിംഗ്യ സാൽവേഷൻ ആർമി അഥവാ ഹർക്കത്ത് അൽ യഖീൻ എന്ന സംഘടനയാണ് ഇതിന് നേതൃത്വം നൽകുന്നതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. രോഹിംഗ്യൻ മുസ്ലിങ്ങളെ വംശഹത്യ നടത്തിയതിന് മ്യാൻമർ സൈനിക ഭരണകൂടത്തിന്റെ മേധാവിയായ മിങ് ഓങ് ഹലൈങ്ങിനെ അറസ്റ്റ് ചെയ്യണമെന്ന് ഹേഗിലെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ പ്രോസിക്യൂട്ടർ ആവശ്യപ്പെട്ടത് നവംബർ 27-നായിരുന്നു. രോഹിംഗ്യൻ അഭയാർത്ഥികളുടെ കാര്യത്തിൽ ഇന്ത്യ അന്താരാഷ്ട്ര നിയമങ്ങളും ഉടമ്പടികളും ലംഘിക്കുന്നതായി US-ലെ ഒരു സന്നദ്ധ സംഘടനയുടെ റിപ്പോർട്ടും പറയുന്നുണ്ട്. അവശ്യ വസ്തുക്കളുടെ വിലക്കയറ്റത്തിനും മറ്റുമെതിരെ ഷെയ്ഖ് ഹസീനയുടെ ഭരണകൂടത്തിനെതിരെ പ്രതിപക്ഷം 2022 ഡിസംബറിൽ സമരം തുടങ്ങിയിരുന്നു. സമരത്തെ അടിച്ചമർത്താൻ സർക്കാർ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. സർക്കാർ ജോലികളിൽ 1971-ലെ യുദ്ധത്തിൽ പങ്കെടുത്തവരുടെ പിൻഗാമികൾക്ക് പ്രത്യേക സംവരണം നൽകിയതിനെ ചോദ്യം ചെയ്ത് വിദ്യാർത്ഥികൾ 2024 രംഗത്തെത്തിയതോടെ സമരം രൂക്ഷമായി. ഏകദേശം 1500-ലധികം പേർ കൊല്ലപ്പെട്ടു. 20,000-ലധികം പേർക്ക് പരിക്കേറ്റു. വിദ്യാർത്ഥികളെ ഇനിയും നേരിടാൻ സാധിക്കില്ലെന്ന് സൈനിക മേധാവി ജനറൽ വക്കാറുസ്സമാൻ സെപ്റ്റംബറിൽ പ്രഖ്യാപിച്ചു. ഇതോടെ ഹസീനയുടെ നില പരുങ്ങലിലായി.
വിദ്യാർത്ഥികൾ കൂട്ടമായി പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതി ഉപരോധിച്ചതോടെ നവംബർ 5-ന് ഹസീന ഇന്ത്യയിലേക്ക് കടന്നു. നവംബർ 8-ന് നോബൽ സമ്മാന ജേതാവ് മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിൽ ഇടക്കാല സർക്കാർ രൂപീകരിച്ചു. തിരഞ്ഞെടുപ്പിലൂടെ പുതിയ സർക്കാർ അധികാരത്തിൽ വരുന്നതുവരെ ഇടക്കാല സർക്കാർ തുടരും. ഹസീനയുടെ 16 വർഷം നീണ്ട ഭരണത്തിൽ 3500 രാഷ്ട്രീയ എതിരാളികളെ കാണാതായിട്ടുണ്ടെന്നാണ് ഇടക്കാല സർക്കാർ നിയമിച്ച പ്രത്യേക കമ്മീഷൻ കണ്ടെത്തിയിട്ടുള്ളത്. ഇഷ്ടമില്ലാത്തവരെ പിടികൂടി ഇന്ത്യൻ അതിർത്തിയിൽ കൊണ്ടുവിട്ട് ഇന്ത്യൻ സൈന്യത്തെ കൊണ്ട് പിടിപ്പിക്കലായിരുന്നു നടന്നിരുന്നതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ കാണാതാക്കലുകളിൽ ഇന്ത്യക്ക് പങ്കുണ്ടെന്നും ഈ കമ്മീഷന്റെ റിപ്പോർട്ട് പറയുന്നുണ്ട്. 1971 കാലത്ത് ജമാഅത്തെ ഇസ്ലാമി നടത്തിയെന്ന് പറയുന്ന കൊലപാതകങ്ങൾ മറ്റാരോ ആണ് നടത്തിയതെന്നും കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. ഇത്തരം കേസുകളിലെ സാക്ഷികളെ കാണാതാവലും ധാരാളമായി സംഭവിച്ചിട്ടുണ്ട്. കൂട്ടക്കൊലകളിലും കാണാതാക്കലുകളിലും ഹസീനയ്ക്ക് ബംഗ്ലാദേശിലെ ഇന്റർനാഷണൽ ക്രൈംസ് ട്രിബ്യൂണൽ അറസ്റ്റ് വാറണ്ട് ഇറക്കിയിട്ടുണ്ട്. ഇവരെ വിട്ടുകിട്ടാൻ ഡിസംബർ 23-ന് ഇന്ത്യയോട് ബംഗ്ലാദേശ് ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേസുകളിലെ വിചാരണ പൂർത്തിയാക്കാൻ ബംഗ്ലാദേശിന് ഹസീനയെ ആവശ്യമുണ്ട്. ഇനി ഇക്കാര്യത്തിൽ ഇന്ത്യയാണ് തീരുമാനമെടുക്കേണ്ടത്. രാഷ്ട്രീയ സാമ്പത്തിക പ്രതിസന്ധിയിൽ വലഞ്ഞ ശ്രീലങ്കൻ ജനത ഇടതുപക്ഷത്തു നിന്നുള്ള പ്രസിഡന്റിനെ തിരഞ്ഞെടുത്ത വർഷമാണ് 2024. മധ്യ ഇടതുപക്ഷത്ത് നിൽക്കുന്ന നാഷണൽ പീപ്പിൾസ് പാർട്ടി നേതാവായ അനുരകുമാര ദിസനായകയാണ് 2024 സെപ്റ്റംബർ 23-ന് വോട്ടെണ്ണിയപ്പോൾ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ആകെ പോൾ ചെയ്ത വോട്ടിൽ 55.89% അനുരകുമാരയുടെ മുന്നണിക്കാണ് ലഭിച്ചത്. തൊട്ടടുത്ത ദിവസം പാർട്ടി എംപിയായ ഹരിണി അമരസൂര്യയെ പ്രധാനമന്ത്രിയായി നിയമിച്ചു. യമനിലെ ഹൂത്തികളെ ആക്രമിക്കാൻ ബാബ് അൽ മന്ദബ് കടലിടുക്കിലേക്ക് നാവികസേനയെ അയക്കുമെന്ന് അനുരകുമാര ദിസനായകയ്ക്ക് മുമ്പ് പ്രസിഡന്റായിരുന്ന റെനിൽ വിക്രമസിംഗെ ജനുവരിയിൽ പ്രഖ്യാപിച്ചിരുന്നു. ഒരു കപ്പൽ ബാബ് അൽ മന്ദബിൽ പോയി തിരിച്ചു വന്നെന്ന് 2024 ഫെബ്രുവരിയിൽ ശ്രീലങ്കൻ നാവികസേന അവകാശപ്പെട്ടു. കോവിഡ് ബാധിച്ച് മരിക്കുന്നവരെ ഇസ്ലാമിക രീതിയിൽ കബറടക്കുന്നത് സുരക്ഷിതമാണെന്ന ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശം അവഗണിച്ച് മൃതദേഹങ്ങൾ കത്തിച്ചതിൽ ജൂലൈയിൽ ശ്രീലങ്കൻ സർക്കാർ പരസ്യമായി ക്ഷമ ചോദിച്ചിരുന്നു. ഇന്ത്യയിലെ അഴിമതിക്ക് US സർക്കാർ രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതിയായ വ്യവസായി ഗൗതം അദാനി ശ്രീലങ്കയിലെ തുറമുഖ വികസന പദ്ധതിയിൽ നിന്ന് ഡിസംബർ 12-ന് പിന്മാറിയിരുന്നു. ശ്രീലങ്കയുടെ വടക്കൻ തീരത്ത് ഒരു ഫിഷിംഗ് ട്രോളറിൽ കണ്ട 102 റോഹിംഗ്യൻ അഭയാർത്ഥികളെ ശ്രീലങ്കൻ നാവികസേന ഡിസംബർ 20-ന് രക്ഷിച്ചു. ഇവരെ നാവികസേന താവളത്തിലെത്തിച്ച് ഭക്ഷണവും വെള്ളവും ചികിത്സയും നൽകി. ഭൂമിശാസ്ത്രപരമായി തന്ത്രപ്രധാനമായ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീലങ്കയിലെ പുതിയ സർക്കാർ ഇന്ത്യയുമായും ചൈനയുമായും US-ഉമായും എങ്ങനെ ഇടപെടുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. 3 രാജ്യങ്ങളിലെയും നയതന്ത്ര പ്രതിനിധികളുമായി പുതിയ സർക്കാരിൻ്റെ നയതന്ത്ര പ്രതിനിധികൾ ചർച്ച നടത്തുന്നുണ്ട്. യുക്രൈൻ കൈവശം വെച്ചിരുന്ന ക്രിമിയ പ്രദേശം 2014 ഫെബ്രുവരിയിൽ റഷ്യ പിടിച്ചതോടെയാണ് സംഘർഷം തുടങ്ങുന്നത്. 2014 ഏപ്രിലിൽ ഡോൺബാസ് പ്രവിശ്യയിലെ ചില പ്രദേശങ്ങൾ അവിടുത്തെ വിമതരും റഷ്യൻ സൈന്യവും ചേർന്ന് പിടിച്ചതാണ് ഇന്ന് കാണുന്ന രീതിയിലുള്ള യുദ്ധം 2022 ആരംഭിക്കാൻ കാരണമായത്. US-ഉം യൂറോപ്പും യുക്രൈന് പിന്നിൽ സാമ്പത്തികമായും സൈനികമായും ഉറച്ചു നിൽക്കുന്നു. റഷ്യയുടെ ഉൾപ്രദേശങ്ങളെ ആക്രമിക്കാൻ സാധിക്കുന്ന ATACMS മിസൈലുകൾ 2024 US ഉക്രൈന് നൽകി. എന്നാൽ രാജ്യത്തിന്റെ ആണവായുധ നയം മാറ്റിയാണ് റഷ്യ ഇതിനോട് പ്രതികരിച്ചത്. റഷ്യയെ ആക്രമിക്കുന്ന രാജ്യങ്ങൾക്ക് ആണവായുധമുള്ള രാജ്യങ്ങൾ പിന്തുണ നൽകുന്നുണ്ടെങ്കിൽ ആണവയുദ്ധം തെറ്റല്ലെന്നാണ് നയം മാറ്റിയത്. ഇതിനു പിന്നാലെ നവംബറിൽ ഉക്രൈനിലെ നിപ്രോ നഗരത്തെ ഒരഷ്നിക് ഭൂഖണ്ഡാന്തര മിസൈൽ ഉപയോഗിച്ച് ആക്രമിച്ചു. ഇതോടെ ആണവയുദ്ധ സാധ്യത നിലനിൽക്കുകയാണ്. റഷ്യൻ സൈന്യത്തെ സഹായിക്കാൻ നോർത്ത് കൊറിയയിൽ നിന്നും 30,000 സൈനികർ എത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. താൻ അധികാരത്തിൽ വന്നാൽ യുദ്ധം അവസാനിപ്പിക്കുമെന്നാണ് നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 2022 മുതൽ 2024 സെപ്റ്റംബർ വരെ ലക്ഷക്കണക്കിന് പേർ ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 43,000 സൈനികർ കൊല്ലപ്പെട്ടെന്നാണ് യുക്രൈൻ സൈന്യം പറയുന്നത്. 3,70,000 പേർക്ക് പരിക്കേറ്റെന്നും അവരുടെ കണക്കുകൾ പറയുന്നു. എന്നാൽ 6 ലക്ഷം റഷ്യൻ സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് US അവകാശപ്പെടുന്നത്. ഏകദേശം 83,000 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് റഷ്യയുടെ കണക്കുകൾ പറയുന്നത്. വിമത സിഖ് നേതാവ് ഹർദീപ് സിംഗ് നിജ്ജർ 2023 കാനഡയിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് കാനഡയും ഇന്ത്യയും തമ്മിൽ രൂപപ്പെട്ട നയതന്ത്ര പ്രതിസന്ധി 2024 വളരെ മോശം അവസ്ഥയിലെത്തി. നിജ്ജറിന്റെ കൊലയിൽ ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്ന പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോവിന്റെ പരാമർശം ഇന്ത്യയെ പ്രകോപിപ്പിച്ചു. ഇന്ത്യയിലെ പഞ്ചാബിനെ പ്രത്യേക രാജ്യമാക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഖലിസ്ഥാൻവാദികൾക്ക് കാനഡ സംരക്ഷണം നൽകുകയാണെന്ന് ഇന്ത്യ ആരോപിച്ചു. എന്നാൽ കാനഡയുടെ മണ്ണിൽ കനേഡിയൻ പൗരനെ കൊന്ന സംഭവത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ലെന്ന് കാനഡയും പ്രഖ്യാപിച്ചു.
ഇതോടെ ഇരു രാജ്യങ്ങളും ഏതാനും നയതന്ത്ര പ്രതിനിധികളെ പുറത്താക്കി. ഈ പ്രതിസന്ധി ഇപ്പോഴും തുടരുകയാണ്. ആണവശക്തികളായ ഇന്ത്യയും ചൈനയും തമ്മിൽ അതിർത്തി പ്രശ്നങ്ങളിൽ അനുരഞ്ജനത്തിലെത്തിയ വർഷമാണ് 2024. 4 വർഷം മുമ്പ് അതിർത്തിയിലുണ്ടായ സംഘർഷത്തിൽ 20 ഇന്ത്യൻ സൈനികരും 4 ചൈനീസ് സൈനികരും കൊല്ലപ്പെട്ടിരുന്നു. 2017 ജൂണിൽ ഭൂട്ടാന്റേതെന്ന് ഇന്ത്യയും ഭൂട്ടാനും പറയുന്ന അതിർത്തിയിലെ ഒരു പ്രദേശത്ത് ചൈന റോഡ് നിർമ്മിക്കാൻ തുടങ്ങിയിരുന്നു. ഇന്ത്യൻ സൈന്യം ഈ നിർമ്മാണം തടസ്സപ്പെടുത്തി. ഇതോടെ രൂപപ്പെട്ട സംഘർഷം 73 ദിവസം നീണ്ടുനിന്നു. പിന്നീട് ചർച്ചകൾക്കൊടുവിൽ ഇരുകൂട്ടരും പിന്മാറി. എങ്കിലും സംഘർഷം തുടർന്നു. 2024 ഒക്ടോബറിൽ റഷ്യയിൽ നടന്ന ബ്രിക്സ് യോഗത്തിൽ ഇരു രാഷ്ട്ര നേതാക്കളും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചകളെ തുടർന്നാണ് ചർച്ചകൾ പുനരാരംഭിച്ചത്. തുടർന്നാണ് പ്രശ്നങ്ങൾ അവസാനിപ്പിച്ച് കരാറായത്. ഇന്ത്യയിലെ രാഹുൽ ഗാന്ധി മുതൽ ഉമർ ഖാലിദ് വരെയുള്ളവരുടെ ഫോൺ പെഗാസസ് ചാര സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ചോർത്തിയെന്ന വാർത്ത 2019 വലിയ വിവാദമായിരുന്നു. ഇസ്രായേലി കമ്പനിയായ NSO നിർമ്മിച്ച ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് തങ്ങളുടെ വാട്സാപ്പ് ചോർത്തിയെന്ന വാട്സാപ്പ് കമ്പനിയുടെ വാദം യുഎസിലെ കാലിഫോർണിയയിലെ ഓക്ലാൻഡ് ജില്ലാ കോടതി കണ്ടെത്തിയത് 2024 ഡിസംബറിലാണ്. തങ്ങളിൽ നിന്ന് സോഫ്റ്റ്വെയർ വാങ്ങിയവർക്കാണ് ചോർത്തലിന്റെ ഉത്തരവാദിത്തമെന്നാണ് കമ്പനി വാദിച്ചത്. പ്രശ്നക്കാരല്ലാത്ത രാജ്യങ്ങൾക്ക് ഇസ്രായേൽ സർക്കാരിന്റെ അനുമതിയോടെയാണ് സോഫ്റ്റ്വെയർ നൽകിയതെന്നും അവർ വാദിച്ചു. എന്നാൽ കമ്പനിക്ക് തന്നെയാണ് വിഷയത്തിൽ പ്രാഥമിക ഉത്തരവാദിത്തമെന്ന് കോടതി പറഞ്ഞു. ഇരകൾക്ക് നഷ്ടപരിഹാരം നൽകുന്ന കാര്യം അടുത്ത വാദം കേൾക്കലിലാണ് തീരുമാനിക്കുക. ഏകദേശം 1400 പേരുടെ വാട്സപ്പ് ചോർത്തിയെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ 300 പേർ ഇന്ത്യയിൽ നിന്നുള്ളവരാണ്. തിരഞ്ഞെടുപ്പ് വിദഗ്ധൻ പ്രശാന്ത് കിഷോർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ സിദ്ധാർത്ഥ് വരദരാജൻ, ഭീമ കൊറേഗാവ് കേസിലെ ആരോപണ വിധേയരായ റോണ വിൽസൺ, ഫാദർ സ്റ്റാൻ സ്വാമി, ഷോമ സെൻ, ഹാനി ബാബു, തിരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന അശോക് ലവാസ, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ആഭ്യന്തരമന്ത്രി HD HD കുമാരസ്വാമി, തൃണമൂൽ കോൺഗ്രസ് നേതാവ് അഭിഷേക് ബാനർജി, അരവിന്ദ് കെജ്രിവാളിന്റെ സഹായി VK ജെയിൻ, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന രഞ്ജൻ ഗൊഗോയ്ക്കെതിരെ പീഡന പരാതി നൽകിയ കോടതി ജീവനക്കാരുടെ കുടുംബം എന്നിവർ അടക്കം 300 പേരുടെ ഫോണാണ് ചോർത്തപ്പെട്ടത്. പെഗാസസ് ആരോപണം വന്നതോടെ ഇന്ത്യയിലെ സുപ്രീം കോടതി ഇക്കാര്യം അന്വേഷിക്കാൻ പ്രത്യേക സമിതി രൂപീകരിച്ചു. ഈ കേസ് ഇപ്പോൾ നടപടിയൊന്നുമില്ലാതെ കെട്ടിക്കുടക്കുകയാണ്. അമേരിക്കൻ കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ കേസ് വീണ്ടും പരിഗണിക്കുമെന്നുമാണ് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നവംബറിൽ നടന്ന US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവ് ഡൊണാൾഡ് ട്രംപ് വൻ വിജയം സ്വന്തമാക്കി. നിലവിലെ പ്രസിഡന്റ് ജോ ബൈഡന്റെ പാർട്ടിയായ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥി കമല ഹാരിസിനെ പരാജയപ്പെടുത്തിയാണ് ട്രംപ് രണ്ടാം ഊഴത്തിലേക്ക് നീങ്ങുന്നത്. ജനുവരി 20-നാണ് അധികാരമേൽക്കുക. കമലയെ പരാജയപ്പെടുത്തിയതോടെ US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ അവസാന റൗണ്ടിൽ മത്സരിച്ച് ചരിത്രത്തിലെ 2 സ്ത്രീകളെയും പരാജയപ്പെടുത്തിയ ആളെന്ന പേരും ട്രംപിന് സ്വന്തമായി. പുതിയ US പ്രസിഡന്റ് ലോകത്തിന് ഗുണമേ ചെയ്യൂ എന്നാണ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കുടിയേറ്റക്കാരെ നിയന്ത്രിക്കും, വിലക്കയറ്റത്തെ നേരിടും, എന്ത് കാര്യത്തിലും US മുൻഗണന നൽകും തുടങ്ങിയ മുദ്രാവാക്യങ്ങളാണ് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ട്രംപ് ഉപയോഗിച്ചിരുന്നത്. റഷ്യയും യുക്രൈനും തമ്മിൽ യൂറോപ്പിൽ നടക്കുന്ന യുദ്ധവും പശ്ചിമേഷ്യയിലെ യുദ്ധവും 24 മണിക്കൂറിനുള്ളിൽ അവസാനിപ്പിക്കുമെന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ത്യ അടക്കമുള്ള ബ്രിക്സ് രാജ്യങ്ങൾ ഡോളറിന് ബദൽ പ്രഖ്യാപിക്കുകയാണെങ്കിൽ US കടക്കുന്ന ചരക്കുകൾക്ക് 100% നികുതി ഏർപ്പെടുത്തുമെന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. കാനഡയെ US 51ാം സംസ്ഥാനമാക്കണമെന്നാണ് കാനഡക്കാർക്ക് ആഗ്രഹമെന്ന പ്രസ്താവന ഏറെ വിവാദമായി. US അനധികൃതമായി കുടിയേറിയിരിക്കുന്ന 1.4 കോടി വിദേശികളെ പുറത്താക്കാൻ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമെന്നും ട്രംപ് അറിയിച്ചിട്ടുണ്ട്. മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങളിലെ അതിർത്തിയിലൂടെ US നിയമവിരുദ്ധമായി കടന്ന 2.5 ലക്ഷം ഇന്ത്യക്കാരും ഇതിൽ ഉൾപ്പെടും. ഗസയിൽ ഹമാസ് കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്ന ജൂതത്തടവുകാരെ വിട്ടയച്ചില്ലെങ്കിൽ പശ്ചിമേഷ്യയെ നരകമാക്കുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു. ഇദാൻ അലക്സാണ്ടർ എന്ന US പൗരത്വമുള്ള ജൂതന്റെ വീഡിയോ ഹമാസ് പുറത്തുവിട്ടതിനെ തുടർന്നായിരുന്നു ഇക്കാര്യം പറഞ്ഞത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഈ പ്രസ്താവനയെ സ്വാഗതം ചെയ്യുകയുമുണ്ടായി. കപ്പലുകൾ ഉപയോഗിക്കുന്ന പാനമ കനാൽ ആവശ്യമെങ്കിൽ പിടിച്ചെടുക്കുമെന്നാണ് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇതിനെ എതിർത്ത് പാനമ സർക്കാർ രംഗത്ത് വന്നു. ഗ്രീൻലാൻഡ് US പണം കൊടുത്തു വാങ്ങണമെന്നും ട്രംപ് ആവശ്യപ്പെടുകയുണ്ടായി. വെള്ളവംശീയവാദിയായ ഡൊണാൾഡ് ട്രംപ് US പ്രസിഡന്റായി സ്ഥാനമേൽക്കുന്നതാണ് 2025 ലോകം നേരിടാൻ പോകുന്ന പ്രധാന വെല്ലുവിളികളിലൊന്ന്. ട്രംപിന്റെ നയങ്ങൾ ലോകമെമ്പാടും പ്രതിഫലിക്കുമെന്നതാണ് ഇതിന് കാരണം. ട്രംപ് വിജയിച്ചതിന് ശേഷം ഏഷ്യയിലെയും വിവിധ ഭൂഖണ്ഡങ്ങളിലെയും പലതരം വംശീയവാദികളിൽ കാണുന്ന ഉണർവ് ഇതിന് തെളിവാണ്. കുടിയേറ്റ വിരുദ്ധത, മുസ്ലിം വിരുദ്ധത തുടങ്ങി എല്ലാതരം വംശീയ വിദ്വേഷങ്ങളും പ്രാദേശികവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. US യൂറോപ്പും പിന്തുണ നൽകുന്ന യുക്രൈനുമായി യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്ന റഷ്യയ്ക്ക് പിന്തുണയുമായി ചൈനയും ഇറാനും ഉത്തര കൊറിയയും എത്തിയതും ലോകത്തിലെ ശാക്തിക ബലാബലത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. US പിന്തുണയുള്ള തായ്വാൻ ദ്വീപിന് മേലുള്ള അവകാശവാദം ചൈന ആവർത്തിച്ചതും 2024 തന്നെയാണ്.
കൂടാതെ അഫ്ഗാനിസ്ഥാനിലെ പുതിയ ഭരണകൂടവുമായി റഷ്യയും ചൈനയും ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞു. ഫലസ്തീൻ പ്രശ്നത്തെ കുതിച്ചു മൂടുന്നത് തടഞ്ഞ തൂഫാനുൽ അക്സയുടെ പ്രതിഫലനം ഇന്ന് വിവിധ അറബ് രാജ്യങ്ങളുടെ നയങ്ങളിൽ കാണാനാവുന്നുണ്ട്. സൗദി അറേബ്യ അടക്കമുള്ള ശക്തരായ അറബ് രാജ്യങ്ങൾ ഫലസ്തീൻ പ്രശ്നത്തിൽ തീരുമാനമുണ്ടായാലേ ഇസ്രായേലുമായി ബന്ധം സാധാരണ നിലയിലാക്കൂ എന്ന നിലപാട് സ്വീകരിക്കേണ്ടി വന്നു. ഇനി 2025 വെസ്റ്റ് ബാങ്ക് പൂർണ്ണമായും പിടിച്ചെടുക്കുമെന്ന പ്രഖ്യാപനം ഇസ്രായേൽ നടപ്പാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ പശ്ചിമേഷ്യ കൂടുതൽ സംഘർഷഭരിതമാവും. സിറിയ അടക്കമുള്ള പഴയ ഓട്ടോമൻ ഖിലാഫത്ത് പ്രദേശങ്ങളിൽ സ്വാധീനം ചെലുത്താൻ തുർക്കിയും ശക്തമായ ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹയാത്ത് താഹിർ അൽ ഷാമിന്റെ നേതൃത്വത്തിലുള്ള സിറിയയിലെ പുതിയ ഭരണകൂടം തുർക്കിയോടുള്ള കൂറ് പരസ്യമായി തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 2024 ഏകദേശം 2,33,000 പേർ യുദ്ധങ്ങളിലും സായുധ സംഘർഷങ്ങളിലും കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. 2023 30% കൂടുതലായിരുന്നു ഇത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി സജീവമായ 56 സംഘർഷങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഏറ്റവും അധികം സായുധ സംഘർഷങ്ങൾ നടന്ന വർഷവുമാണ് 2024. ഇനി കലണ്ടറിലെ 2025 അതിൻ്റെ എല്ലാം തുടർച്ചയുമാണ്.